എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യമായ അമലാണല്ലോ നമസ്കാരം. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ നമ്മൾ ഓരോരുത്തരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു 7ഓളം വരുന്ന അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. അതേതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ ഒരു പിശാച് വരും. ആ പിശാച് വന്ന് 7 ഒരു വസുവാസ് കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് ആ 7 വസുവാസുകൾ? അതില്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ മുഖത്തോ നമ്മുടെ ചെവിയിലോ നമ്മുടെ തോൾഭാഗത്തോ ഒന്ന് ചൊറിയാൻ തോന്നിയാൽ എങ്ങനെയാണ് ചൊറിയേണ്ടത്? നിസ്കാരത്തിൽ കോട്ടവായിടുന്നവരാണോ നമ്മൾ? എങ്കിൽ ഒരു വലിയ അബദ്ധം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് കേൾക്കണോ? സ്ത്രീകൾ നിസ്കരിക്കുന്ന സമയത്ത് നെറ്റിയിലേക്ക് കുറച്ച് മുടി വന്നു. അത് കൈവിരൽ കൊണ്ട് ഉള്ളിലേക്ക് അത് തള്ളിവെച്ചാൽ, മക്കനയുടെ ഉള്ളിലേക്ക് അത് കൈകൊണ്ട് തള്ളിയിട്ടാൽ, അത് ഒതുക്കി വെച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? നിസ്കാരം ബാത്തിലാകുന്ന, നിസ്കാരത്തെ ഇല്ലാതാക്കുന്ന അനക്കങ്ങൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്, വെറുതെ തലകുത്തി മറിയുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങൾ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. നിസ്കാരം ബാത്തിലാകുന്ന, നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ചില അനക്കങ്ങൾ നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട്. നിസ്കാരം ബാത്തിലാകുന്ന, നിസ്കാരത്തെ ഇല്ലാതാക്കുന്ന അനക്കങ്ങൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്, വെറുതെ തലകുത്തി മറിയുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ തുമഇനീനത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിസ്കാരത്തിന് 14 ഫർളുകളാണ്. ഈ 14 ഫർളിൽ 9ാമത്തെ ഫർളാണ് തുമഇനീനത്ത്, അനക്കം അടങ്ങുക എന്നുള്ളത്. അനക്കം അടങ്ങുക. ഈ അനക്കം അടങ്ങുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ എല്ലാ അവസരത്തിലും ഉണ്ടാവണം. നമ്മളിപ്പോൾ റുക്കൂയിൽ കൈകെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നമ്മൾ റുക്കൂയിലേക്ക് പോകുന്നു, അല്ലാഹു അക്ബർ. റുക്കൂയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരു ഖദർ, ആ ഒരു അളവ് സുബ്ഹാനല്ലാഹ്, അതൊരു 1 സെക്കൻഡോ 2 സെക്കൻഡോ, ഒരു 2 സെക്കൻഡ് കൂട്ടാം, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമല്ലോ. ഒരു 2 സെക്കൻഡെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അനക്കം അടങ്ങി അവിടെ നിൽക്കണം, അനങ്ങാതെ നമ്മൾ അങ്ങനെ നിൽക്കണം. അത് റുക്കൂയിൽ മാത്രമല്ല, ഇഅ്തിദാലിലും വേണം, ആദ്യത്തെ സുജൂദിലും വേണം, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും വേണം, 2ാമത്തെ സുജൂദിലും വേണം. എല്ലാ സ്ഥലത്തും എന്ത് വേണം? തുമഇനീനത്ത്, അനക്കം അടങ്ങുക. ഈ ഒരു ഫർള് നമ്മൾ എടുത്തില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവർ വിജയിക്കാനുള്ള കാരണം എന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങളായ ആളുകൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക് ശൈത്വാൻ ഓടി വരുമെന്നാണ്. സബ്അത്തു അശിയാഅ ഫിസ്സലാത്തി മിനശ് ശൈത്വാൻ, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് 7 തരത്തിലുള്ള വസ്വാസുകൾ, 7 തരത്തിലുള്ള അശ്രദ്ധകൾ അവൻ്റെ നിസ്കാരത്തിലേക്ക് ശൈത്താൻ ഇട്ടുകൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നുആസ്. നുആസ് എന്ന് പറഞ്ഞാൽ തൂങ്ങി ഉറക്കം. നിസ്കാരത്തിൽ ഉറങ്ങുന്നത് അത് ശൈത്വാൻ്റെ പണിയാണ്. ശൈത്താൻ നമ്മളിലേക്ക് ഇട്ട് തരുന്ന ഒരു വസ്വാസാണ്, ഒരു മോശപ്പെട്ട സ്വഭാവമാണ്. അത് ഇല്ലാതെ നമ്മൾ വരാതെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൽ ഉറങ്ങാതെ സൂക്ഷിക്കണം.
പ്രത്യേകിച്ച് തറാവീഹൊക്കെ നിസ്കരിക്കുമ്പോൾ റബ്ബേ അല്ലേ 18ഉം 17ഉം റക്അത്താക്കുമ്പോൾ ആ സുജൂദ് ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങാൻ എന്ത് രസമാണ്. ചിലപ്പോൾ എഴുത്തത്തിൽ അത്തഹിയാത്തിലൊക്കെ കിടന്നുറങ്ങും. 3 ഉറക്കം, 3 സമയത്തുള്ള ഉറക്കം അള്ളാഹുവിന് ദേഷ്യമുണ്ടെന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. 3 സമയത്തുള്ള ഉറക്കം. 1 ദിക്റിൻ്റെ മജ്ലിസ്, എല്ലാവരും ദിക്ർ ചൊല്ലുമ്പോൾ ഒരുത്തൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു, അത് പാടില്ല. ദിക്റിൻ്റെ മജ്ലിസിൽ ഉറങ്ങാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവൂല, അള്ളാഹുവിൻ്റെ സ്നേഹം ഉണ്ടാവൂല, അള്ളാഹുവിന് ദേഷ്യമാണ് ഉണ്ടാവുക. രണ്ടാമത്തേത് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഉറങ്ങൽ. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്ന് ഉറങ്ങുക. ആ ഉറക്കവും അള്ളാഹുവിന് ഇഷ്ടമല്ല. മൂന്നാമത്തേത് നിസ്കാരത്തിൽ ഉറങ്ങലാൻ. ഈ 3 ഉറക്കങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉറക്കമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പോൾ ശൈത്താൻ നമുക്ക് നിസ്കാരത്തിൽ കൊണ്ടുവന്ന് തരുന്ന ഒന്നാമത്തെ ഒരു പ്രയാസമാണ്, ഒന്നാമത്തെ ഒരു വസ്വാസാണ്, ഒന്നാമത്തെ ചില അശ്രദ്ധയാണ് എന്ത് ഉറക്കം എന്നുള്ളത്. രണ്ടാമത്തേത് അർറുആഫ്, തരിമൂക്ക് പൊട്ടി രക്തം വരിക. അത് ചിലർക്കാണ് ഉണ്ടാവുക, വിരളമായിട്ടാണ് അതിങ്ങനെ ഉണ്ടാവുക. മൂക്കിൽ നിന്നിങ്ങനെ രക്തം വരും, അത് ശൈത്താൻ്റെ പണിയാണെന്ന് അള്ളാഹു കാക്കുമാറാവട്ടെ. മൂന്നാമത്തേത് വസ്വാസ്, ഞാൻ ഫാത്തിഹ ഓതിയത് ശരിയായോ? ഫാത്തിഹ ഓതിയപ്പോൾ ഞാൻ ഇയ്യാക നഅ്ബുദു എന്നാണോ പറഞ്ഞത്? വെറുതെ തോന്നലാണ്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് ആമീൻ പറഞ്ഞോ? ഞാൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് സൂറത്ത് ഓതാൻ മറന്നോ? ഏത് സൂറത്താണ് ഓതിയത്? ഇങ്ങനെ വസ്വാസ്. ഇപ്പം നിസ്കരിച്ചത് 3ാമത്തെ റക്അത്താണോ 2ാമത്തെ റക്അത്താണോ? 2ാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഇരുന്നിരുന്നോ? അത്തഹിയാത്ത് ഓതിയപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിയിരുന്നോ? ഇങ്ങനത്തെ സംശയങ്ങൾ. ഇതൊരു വസ്വാസാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കൈയൊന്ന് കെട്ടിക്കിട്ടാൻ എന്തൊരു പാടാന്ന് പറയും. അല്ലാഹു ഇങ്ങനെ അതൊന്ന് അല്ലാഹു അക്ബർ പറഞ്ഞൊന്ന് കൈ കെട്ടിക്കിട്ടാൻ എന്ത് പ്രയാസമാണ്, വസ്വാസാണ്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക, ആ ഇയ്യാക കിട്ടാതെ ഇങ്ങനെ ഇയ്യാക കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊരു മയത്തിൽ അങ്ങോട്ട് ഓതിപ്പോവുക, ആ ഒരൊറ്റ ഫ്ലോയിൽ അങ്ങോട്ട് ഓതിപ്പോവുക. നമ്മൾ കൂടുതൽ മസിൽ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ചില ആളുകൾ ഗൈരിൽ മഗ്ദൂബി, ആ തജ്വീദൊക്കെ വരും അങ്ങനെ പറഞ്ഞ് എന്താ നിസ്കാരം വരെ ബാത്തിലാകുന്ന തരത്തിൽ ഗൈരിൽ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടി ഗൈരിൽ മഗ്ദൂബി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അള്ളാഹു അങ്ങനെ കടുംപിടുത്തമുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്വാസുകൾ, റുക്കൂ ചെയ്തോ സുജൂദ് ചെയ്തോ, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം ശരിയായോ, അതുപോലെ തന്നെ അവിടെ പറയേണ്ട ദിക്ർ പറഞ്ഞോ, സ്വലാത്ത് പറഞ്ഞോ, ഖുർആൻ ഓതിയോ, ഇങ്ങനെയുള്ള മറ്റു വസ്വാസുകൾ, റക്അത്തിൻ്റെ എണ്ണം, ഇതൊക്കെ എന്താണ്? ശൈത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതുണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനിയോ 4ാമത്തേത് കോട്ടുവായിടുക, ശബ്ദത്തിൽ കോട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ഷീണമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുമ്പോൾ സുബഹി നിസ്കരിക്കുമ്പോഴൊക്കെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ചടവുണ്ടാവുമല്ലോ, അപ്പോൾ സ്വാഭാവികമാണ് ഒരു കോട്ടവ വരും. ആ സമയത്ത് എന്താണ്, നമ്മൾ ഇടത് കൈയിൻ്റെ ഈ ഭാഗം കൊണ്ട് നല്ലതുപോലെ നമ്മൾ അടക്കി പിടിച്ച് വേണം നമുക്ക് കോട്ടുവ ഇടാൻ. നിസ്കാരത്തിൽ കോട്ടുവ വരാതെ സൂക്ഷിക്കണമെന്നാണ്. പിന്നെ അഥവാ വന്നാൽ തന്നെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പൊത്തിപ്പിടിച്ചിട്ട് വേണം നമ്മൾ കോട്ടുവ ഇടാൻ. കോട്ടുവായി ഇടുമ്പോൾ വായിലൂടെ ശൈത്താൻ പ്രവേശിക്കുമെന്നൊക്കെ പണ്ടിങ്ങനെ കാരണവന്മാർ പറയുന്നത് കേൾക്കാം. എന്തുമാവട്ടെ, ചില ആളുകൾ നിസ്കാരത്തിൽ വരുത്തുന്ന ഒരു അബദ്ധം, നിസ്കാരം തന്നെ ബാത്തിലാക്കുന്നത്, കോട്ടുവായി ഇടുമ്പോൾ ശബ്ദം അങ്ങോട്ട് വരും. ഒന്നാമത് വാ പൊത്തൂല, ആന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ നിസ്കാരത്തിലല്ലാത്ത ഒരു വാക്ക് അവിടെ ആന്നുള്ളൊരു വാക്ക് വന്നു, അവിടെ നിസ്കാരം പൊട്ടിപ്പൊളിഞ്ഞു. ഇതൊന്നും അറിയാതെ ഒരു കോട്ടുവായിട്ടു, പിന്നെ രണ്ടാമതൊന്ന് പിന്നെ ഇട്ടു. ഈ എല്ലാ കോട്ടുവായിലും ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവന്ന് നിസ്കാരം പൊട്ടിച്ച് കളയുന്ന, നിസ്കാരം ബാത്തിലാക്കുന്ന ചില ആളുകളുണ്ട്. മനുഷ്യനാണ്, ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് കോട്ടുവ വരാം. കോട്ടുവ വരുന്ന സമയത്ത് ഇടത് കൈയിൻ്റെ ഈ ഭാഗം കൊണ്ട് അങ്ങനെ അടക്കി പിടിച്ചിട്ട് വേണം കോട്ടുവ ഇടാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 5ാമതായി പിശാച് കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് വൽ അബഥു ബിശ്ശൈഇ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ കളിക്കുക. ഇപ്പം തൊപ്പി വെച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ കൈകെട്ടി ഇമാം ഇങ്ങനെ ഓതുന്നുണ്ട്, അപ്പോൾ ഒരു രസം ചുമ്മാ ഒരു തൊപ്പിയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കി, തൊപ്പിയൊക്കെ ഒന്ന് ഊരി ഒന്നുകൂടെ ഒന്ന് വെച്ചു, എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ വെച്ച് നോക്കി. ചിലപ്പോൾ എന്തെങ്കിലും നൂലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂലി പിടിച്ചിങ്ങനെ വലിക്കും, നിസ്കാരത്തിൽ നൂലി പിടിച്ച് വലിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ അവരൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ തട്ടം നേരെ ആക്കുന്നു,
മുടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളിലേക്കാക്കുന്നു. അതുപോലെ നിസ്കാരത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇതുണ്ടല്ലോ മക്കന, ആ മക്കനയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, വള്ളി ഉണ്ടാവും പുറകിലേക്ക്, ആ വള്ളിയൊക്കെ ഒന്നൊന്ന് റാഹത്താക്കി ഒന്ന് കെട്ടിവെക്കുന്നു. ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് കെട്ടിവെക്കുന്നു. അതുപോലെ തന്നെ വാച്ച് ഉണ്ടാകും, വാച്ച് ചിലപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ വാച്ച് ഒന്ന് നേരെയാക്കുന്നു, നേരെയാക്കിയ സമയമൊക്കെ ഒന്ന് നോക്കുന്നു. ചിലപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ പള്ളിയാണെങ്കിൽ ചില ആളുകളുണ്ട്, പള്ളിയാണെങ്കിൽ പള്ളിയിലെ ക്ലോക്കിലേക്ക് നോക്കും, പിന്നെ പതിയെ വാച്ചിൽ കറക്റ്റ് സമയമാണോ എന്ന്, പള്ളിയിലെ ക്ലോക്കിൻ്റെ ടൈമും എൻ്റെ വാച്ചിൻ്റെ ടൈമും കറക്റ്റാണോ എന്ന് നോക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബിരുദന്മാർ വാച്ചല്ല, ഇപ്പോൾ മൊബൈൽ വരെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്ന ആളുകളുണ്ട്. അല്ലാ, എന്താ നിസ്കാരമാണോ, അത് എവിടെയെങ്കിലും ടൂർണമെൻറ്റിന് പോയതാണോ, കളി കാണാൻ പോയതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ കണ്ണട വെച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ കണ്ണടയൊക്കെ ഒന്നിങ്ങനെ എടുത്ത് നോക്കുന്നു, ഒന്ന് നല്ലപോലെ വെക്കുന്നു, ആരോ കാണാൻ വരുന്നത് പോലെ കണ്ണടയൊക്കെ ഒന്ന് എടുത്ത് ഉഷാറാക്കുന്നു. പിന്നെ ചില ആളുകൾ നിസ്കാരത്തിൽ നൊട്ടൊടിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഏതാണ്ട് നിസ്കരിക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നൊട്ടൊടിക്കുന്ന ആളുകളുണ്ട്. ആ ഒച്ച ഇങ്ങനെ കേൾക്കാം, നിസ്കാരത്തിലെ നൊട്ടൊടിക്കുന്ന ഒച്ച, കൈയിൻ്റെ ആ കെണിപ്പുകൾ ഇങ്ങനെ ഒടിക്കുന്ന ഒച്ച കേൾക്കാം. അതുപോലെ തന്നെ ചില ആളുകൾ കോളറൊക്കെ ഒന്ന് നന്നാക്കും, നിസ്കാരത്തിൽ കോളറൊക്കെ മടങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നേരെയാക്കി ഉഷാറാക്കും. ഇതൊക്കെ നിസ്കാരത്തിൽ ശൈത്താൻ കൊണ്ടുവരുന്ന ചില കളികളാണ്, അത് ചെയ്യാൻ പാടില്ല. നിസ്കാരം ബാത്തിലായി തന്നെ പോകുന്ന ചില പ്രവൃത്തികളാണ് ഇതൊക്കെ. ഇനിയുമുണ്ട്, ഇൻഷാ അല്ലാഹ് ശേഷം പറയാം. ആറാമത്തേത് വൽഹഖാക്ക്, ചൊറിച്ചിൽ. നിസ്കാരമല്ലാത്തപ്പോൾ ഒരു സ്ഥലത്തും ചൊറിയില്ല. നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടിയാൽ പിന്നെ ചൊറിച്ചില്ല. മൂക്ക് ചൊറിയുക, കണ്ണ് ചൊറിയുക, ചെവിൻ്റെ ഉള്ളിൽ ചൊറിയുക, പിന്നെ ഇവിടെ ചൊറിയുക, ഇവിടെ കൊതുക് വന്നിരിക്കുന്നത് പോലെ തോന്നുക, അതുപോലെ ഇവിടെ എന്തോ ഒരു ചൊറിച്ചിൽ വരെ തോന്നുക, തലയിൽ പേന് വരുന്നത് പോലെ തോന്നുക. ഇങ്ങനെ ഒരുപാട് തോന്നലാത്തുകൾ നിസ്കാരത്തിൽ വരും. നിസ്കാരത്തിൽ അങ്ങനെയുണ്ട്. ഇനി ഒരു മനുഷ്യനാണല്ലോ, തോന്നലുകളൊക്കെ ഉണ്ടാകും. അപ്പം നിസ്കാരത്തിൽ ഒരാൾക്കൊരു ചൊറിച്ചിൽ തോന്നിയാൽ എങ്ങനെയാണ് അയാൾ ചൊറിയേണ്ടത്? ഉദാഹരണം പറഞ്ഞാൽ, മുഖത്ത് നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ വന്നു, ചൊറിയാൻ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ കൈയെടുത്ത് വെച്ച് ഇങ്ങനെ തോന്നും അല്ലേ, ഇങ്ങനെ ചൊറിയും, ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പിന്നെയും കൈ വെക്കും. ചൊറിച്ചിൽ വന്നാൽ അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൊറിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ നോക്കും. നിസ്കാരമൊക്കെ പണ്ടേ പല സ്ഥലത്തേക്കും പോയി. പിന്നെ അയാൾ നിസ്കാരമില്ല, ചുമ്മാ സർക്കസ് കാണിക്കുകയാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ അപ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് ചൊറിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തല ചൊറിഞ്ഞാൽ, അല്ലെങ്കിൽ ചെവി ചൊറിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ചൊറിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മാന്തും എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി പറയാൻ പോകുന്നു, കിതാബിൽ കാണാം. നമ്മൾ എന്ത് ചെയ്യുക? 3 അനക്കം തുടർച്ചയായി വരാത്ത നിലയിൽ ചൊറിയാം. ഉദാഹരണം ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ചൊറിയുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇവിടെ കൈവെക്കുക, അത് 1ാമത്തെ അനക്കമായിട്ട് കൂട്ടും. നമ്മൾ ഉടൻ തന്നെ അവിടെ കൈവച്ചിട്ട് ഇങ്ങനെ ചൊറിയുകയാണെങ്കിൽ അത് 2 ആയി 3 ആയി നിസ്കാരം ബാത്തിലായി. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 1 ഇവിടെ വെച്ചു, പിന്നെ കുറച്ച് ഒരു സെക്കൻഡോ 1 or 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അവിടെ ചൊറിയേണ്ടത്. 1 അവിടെ വെക്കുക, കൈ അവിടെ വെക്കുക, പിന്നെ 2. അപ്പം 2 ആയിട്ടുള്ളൂ. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് 1, അത് പിന്നെ കൂട്ടൂല. തുടർച്ചയായി അനങ്ങരുതെന്നാണ്. 1 by 1 ആയിട്ട് നമുക്ക് ചൊറിയാം. ഇനിയിപ്പോൾ ഇവിടെ ചൊറിഞ്ഞു, ഇവിടെ ചൊറിച്ചിൽ വന്നാൽ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അല്ല ചൊറിയേണ്ടത്. അതിപ്പോൾ 1, 2, 3 അപ്പം നിസ്കാരം പാത്രമായി. മറിച്ച് ഒരു വിരൽ കൊണ്ടായിരിക്കലാണ് നല്ലത്. ഒരു വിരൽ കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചൊറിയാം. വിരൽ കൊണ്ട് ഇങ്ങനെ ചൊറിയാം. ഇനിയിപ്പോൾ തലയിലാണ് ചൊറിയുന്നതെങ്കിൽ നേരെ കൈ കൊണ്ടുപോയി ഇവിടെ വെക്കുക. ചൊറിച്ചിലുള്ളത് എവിടെയാണ് അവിടെ കൈ വെച്ചിട്ട് നമ്മൾ ആ വിരൽ കൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ചൊറിയാവുന്നതാണ്. അല്ലാതെ കൈ ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ചൊറിയേണ്ട രൂപമാണ് ഇവിടെ പറഞ്ഞു തന്നത് നിസ്കാരത്തിൽ. ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ നിസ്കാരമാവൂല. അതുപോലെ തന്നെ 7ാമത്തേത് ഇൽത്തിഫാത്ത്. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന ആൾ അല്ലാഹു അക്ബർ കൈകെട്ടി. അപ്പോൾ അവിടെ ആരോ വരുന്നുണ്ട്, ഇയാൾക്കാണെങ്കിൽ നോക്കാൻ ഇങ്ങനെ മുട്ടിയിട്ട് പാടില്ല, പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അവിടെ നിസ്കാരം ബാത്തിലാവില്ല, എങ്കിലും അത് ശൈത്താൻ്റെ പണിയാണ്. അനാവശ്യമായിട്ട് തിരിഞ്ഞു നോക്കൽ, വെറുതെ ആ ജനലിൽ കൂടെ ആരാ പോകുന്നത് ഇങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നോക്കി
ഇങ്ങനെ നോക്കി അതാരാണ് കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലായില്ലേ? ഒന്നിങ്ങനെ അനങ്ങി പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകും. ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വരുന്നു, ഒരു ഇഴജന്തു വരുന്നു, നമുക്കാണെങ്കിൽ പേടിയാണ്, പക്ഷേ നിസ്കാരത്തിൽ കൈ അഴിക്കുന്നില്ല അയാൾ എന്ത് ചെയ്യുന്നു? നിസ്കാരം. അപ്പോൾ എന്ത് ചെയ്യുമോ? ആ പാമ്പ് പോയോ, അതിനി എൻ്റെ പുറകിലുണ്ടോ എന്ന് നോക്കാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാമെന്നാണ്. അത് അനുവദനീയമാണ്. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് നിസ്കാരത്തിൻ്റെ ഫർളിന് കോട്ടം വരുന്ന തരത്തിൽ, നിസ്കാരം ബാത്തിലാകുന്ന തരത്തിൽ ആവാതിരിക്കണം. 3 അനക്കത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ് എന്ന് വെച്ച് അനുവാദം കിട്ടി ഈ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അപ്പം നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അനക്കങ്ങളും ആ അനക്കങ്ങൾ വന്നാലുള്ള അബദ്ധങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെട്ടത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന മറ്റു വീഡിയോകളിലൂടെ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം എല്ലാ ന്യൂനതകളിൽ നിന്നും മാറ്റി നല്ല ഖൈറായ ഇബാദത്തായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിലും ഉണ്ടാവണം. അതുപോലെ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക. ഇത്തരം ഒരുപാട് മസ്അലകൾ, ഇത്തരം ഒരുപാട് ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ചില അബദ്ധങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം ദുആ ചെയ്യാൻ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.